Hello everyone, welcome to my channel. Today we are going to study the new chapter Lines and Angles. Chapter 5 Lines and Angles. You already know how to identify different lines, line segments and angles in the given shape. How to identify the different lines, line segment and angles in the given shape. Can you identify different line segments and angles formed in the following figures? Can you also identify whether the angles made are acute or obtuse? Recall that the line segment has two endpoints. Line segment has two endpoints. The line segment has two endpoints. It is denoted as AB. The line segment AB. And the line segment has two endpoints. Endpoints are point A and point B. It is denoted as the line segment AB. Another, if we extend two endpoints, we extend 2 points, we get line. അന്നേരം ലൈൻ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമേ ഉള്ളൂ. അത് രണ്ട് സൈഡും നിങ്ങൾ എന്ത് കൊടുത്തു? എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടങ്ങ് പോവുകയാണ്, ഈ സൈഡിലോട്ട് പോവുകയാണ്. പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലൈൻ കിട്ടി. എ ലൈൻ ഹാസ് നോ എൻഡ് പോയിൻറ്റ്സ്. അന്നേരം ഇതിന് എൻഡ് പോയിൻ്റ് വല്ലതും ഉണ്ടോ? ഇല്ല. ഇറ്റ് ഹാസ് നോ. ഇത് എൻഡ് പോയിൻ്റ് ഇവിടെയുമില്ല, ഇവിടെയില്ല. ആരോ കാണിച്ചേക്കുന്നത് അങ്ങ് പോകുന്നെന്നുള്ള അർത്ഥം. അന്നേരം എ ലൈൻ ഹാസ് നോ എൻഡ് പോയിൻറ്റ്സ്. ഇനി റേ ഈസ് എ പാർട്ട് ഓഫ് എ ലൈൻ. ഒരു ലൈനിൻ്റെ പാർട്ടാണ്. ഇതൊരു ലൈനാണെങ്കിൽ ലൈനിൻ്റെ ഒരു പാർട്ടാണ് എന്താന്ന് പറയുന്നത്? റേ എന്ന് പറയുന്നത്. ഇപ്പോൾ എ ബി ആണെങ്കിൽ എ ബി ഈസ് ദ റേ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ദിസ് എ ബി. ഇവിടെ എത്ര എൻഡ് പോയിൻ്റ് ഉണ്ട്? 1 എൻഡ് പോയിൻ്റേ ഉള്ളൂ. ഇവിടെ എൻഡ് പോയിൻ്റ് ഉണ്ടോ? ഇല്ല. എന്നിട്ട് ഇറ്റ് ഹാസ് 1 എൻഡ് പോയിൻ്റ്. എന്നിട്ട് എ ലൈൻ സെഗ്മെൻറ്റ് ഹാസ് 2 എൻഡ് പോയിൻറ്റ്സ്. എ റേ ഹാസ് only 1 end point. A line has no end points on either side. ഈ സൈഡിലും ഇല്ല എൻഡ് പോയിൻ്റ്, ഈ സൈഡിലും ഇല്ല. അന്നേരം ഇത്രയും കാര്യം നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ? അന്നേരം ഹിയർ ഷോ ദ ലൈൻ സെഗ്മെൻറ്റ് പി ക്യു. പിന്നെ ഷോസ് ദ ലൈൻ എ ബി. എ ബി ഈസ് ദ ലൈൻ. PQ is the PR is the ray. This figure shows the line segment. This figure shows a line segment PQ. Line segment PQ generally denoted by the symbol PQ. And a line AB is denoted the symbol AB. The ray OP is denoted as OP. Now give some examples of line segments and rays from your daily life and discuss them with your friends. എന്നാൽ നിങ്ങൾക്ക് ലൈൻ സെഗ്മെൻ്റ് എന്താണ് എന്ന് നിങ്ങൾക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഡിസ്കസ് ചെയ്യാം. Again, recall that angle is formed when angle is formed. Angle is formed two line segment അല്ലെങ്കിൽ 2 lines has 1 common end point. രണ്ട് ലൈനിനകത്ത് എന്തോ വേണം? ഒരു കോമൺ എൻഡ് പോയിൻ്റ് ഉണ്ടെങ്കിൽ എന്തോ ഫോം ചെയ്യും? ആംഗിൾ
ഫോം ചെയ്യും. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. അന്നേരം റീകാൾ ദാറ്റ് ആൻ ആംഗിൾ ഈസ് ഫോംഡ് വെൻ ദ ലൈൻസ് ഓർ ലൈൻ സെഗ്മെൻറ്റ് മീറ്റ് അറ്റ് എ പോയിൻറ്റ്, ദെൻ ദ ആംഗിൾ ഈസ് ഫോംഡ്. അന്നേരം ആംഗിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ ട്രയാങ്കിൾ, വാട്ട് ആർ ദ ആംഗിൾസ്? 3 angles are there അല്ലേ. 2 line segment meet at a point, 2 line segment meet at a point, 2 line segment meet at a point. എന്നാൽ 3 angles are formed. എന്നാൽ ആംഗിൾസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി റിലേറ്റഡ് ആംഗിൾസ്, ഇനി നമ്മൾ ആംഗിൾസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് കോംപ്ലിമെൻ്ററി ആംഗിൾ. കോംപ്ലിമെൻ്ററി ആംഗിൾസ്. What is complementary angles? When the sum of the measures of two angles is 90. The angles are called complementary angles. അതായത് when the sum of the measures of two angles, എന്നിട്ട് 2 ആംഗിളിൻ്റെ മെഷർ കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണം? 90 കിട്ടണം. എക്സാമ്പിൾ, ദിസ് ആംഗിൾ ഈസ് 30, ദിസ് ആംഗിൾ ഈസ് 60. സം ഓഫ് ദീസ് ആംഗിൾസ് 30 + 60 is equal to 90. Therefore, these two angles are complementary angles. എന്നാൽ കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്താണെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് 2 ആംഗിൾ തരുമ്പോൾ 2 ആംഗിളൂടെ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണം? 90 കിട്ടുവാണെങ്കിൽ ഈ 2 ആംഗിളും എന്താണെന്ന് പറയാം? കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയാം. When the sum of the measures of 2 angles is 90, the angles are called complementary angle. എന്നിട്ട് these 2 angles are complementary. Another type, this angle is 35 degree. This angle is 65 degree. The sum of this angle 65 + 35 is equal to 100. Are these 2 angles are complementary? No, these angles are complementary. പിന്നെ റീസൺ എന്താണ്? Adding these angles we get 100, not 90. അതുകൊണ്ട് these 2 angles are not complementary. കോംപ്ലിമെൻ്ററി എന്താണെന്ന് മനസ്സിലായല്ലോ. സം ഓഫ് ദ മെഷേഴ്സ് ഓഫ്, നിങ്ങൾക്ക് 2 ആംഗിൾ തരുമ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 90 കിട്ടണം. അന്നേരം ക്യാൻ 2 acute angles be complementary each other? ഇപ്പം യഥാർത്ഥത്തിൽ ഇത് രണ്ടും അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ ഇതെന്താകത്തുള്ളൂ? 90 ആകത്തുള്ളൂ അല്ലേ. ഇത് റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ആണ്. 90 വന്നാൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 90 കിട്ടുമോ? ഇല്ല. അന്നേരം നമ്മളെന്താണ് ചെയ്യേണ്ടത്? 2 ആംഗിളും കോംപ്ലിമെൻ്ററി ആംഗിൾ ആകണമെങ്കിൽ ഈ 2 ആംഗിളും എന്തായിരിക്കണം? അക്യൂട്ട് ആംഗിൾ ആകണം. 2 acute angles be complementary to each other. അല്ലാതെ ഇവിടെ റൈറ്റ് ആംഗിളോ ഒപ്റ്റിസ് ആംഗിളോ വന്നാൽ ഇതെന്താകത്തില്ല? കോംപ്ലിമെൻ്ററി ആംഗിൾ ആകത്തില്ല. കോംപ്ലിമെൻ്ററി ആംഗിൾ ആകണമെങ്കിൽ ഈ 2 ആംഗിളും എന്താകണം? അക്യൂട്ട് ആംഗിൾ ആകണം. അക്യൂട്ട് ആംഗിൾ ആയെങ്കിലേ എന്ത് കൊടുക്കാനൊക്കത്തുള്ളൂ? 90. വാട്ട് ഈസ് അക്യൂട്ട് ആംഗിൾ? ഇറ്റ് ഈസ് ബിറ്റ്വീൻ 0 and 90. 0യ്ക്കും 90ക്കും ഇടയ്ക്കുള്ള ആംഗിളിനെയാണ് എന്ത് പറയുന്നത്? അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. അന്നേരം ഇത് 90 താഴെയുള്ള 2 ആംഗിൾ വന്നെങ്കിലേ ഇതെന്താകത്തുള്ളൂ? കോംപ്ലിമെൻ്ററി ആംഗിൾ ആകത്തുള്ളൂ. ഇനി വാട്ട് ഈസ് ദ മെഷേഴ്സ് ഓഫ് ദ കോംപ്ലിമെൻ്ററി ആംഗിൾ? 1 ആംഗിൾ ഈസ് 45 degree. Is complementary angle? Is complementary angle is equal to complementary angle എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 90 കിട്ടണം. എന്നാൽ 90 - 45 ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. എന്നാൽ 90 - 45 is equal to 45 degree. ദ കോംപ്ലിമെൻ്ററി ആംഗിൾ. അടുത്ത 65 degree വരുന്നു. എന്നാൽ ഇസ് കോംപ്ലിമെൻ്ററി ആംഗിൾ ഈസ് 90 - 65 is equal to 25 degree.
എന്നാൽ കോംപ്ലിമെൻ്ററി ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. നമുക്കെന്ത് കൊടുത്താൽ മതി, 90യെ ഏതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി, തന്നിരിക്കുന്ന ആംഗിളിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 25 ഡിഗ്രിയാണ് ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ. എന്നാൽ കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, കോംപ്ലിമെൻ്ററി 90 കിട്ടണം. വൺ ആംഗിൾ തന്നാൽ കോംപ്ലിമെൻ്ററി ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, 90യിൽ നിന്ന് തന്നിരിക്കുന്ന ആംഗിൾ മൈനസ് ചെയ്യുമ്പോൾ അത് നമുക്ക് എന്ത് കിട്ടും, കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് കിട്ടും. അനദർ ടൈപ്പ് ഈസ് സപ്ലിമെൻ്ററി ആംഗിൾ. സപ്ലിമെൻ്ററി ആംഗിൾസ്. Supplementary angles. When the sum of measures of two angles is 180 degree. ഇവിടെ എന്തായിരുന്നു, 90 ആയിരുന്നു. ഇവിടെ എന്തായിരുന്നു, രണ്ട് ആംഗിൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 180 കിട്ടണം. ദ ആംഗിൾസ് ആർ കാൾഡ് സപ്ലിമെൻ്ററി ആംഗിൾസ്. അന്നേരം ഇവിടെ രണ്ട് ആംഗിളുണ്ട്, രണ്ട് ആംഗിൾ കൂട്ടുമ്പോൾ 180 കിട്ടണം. ഇപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിളാണ് 90, ഇതും ഒരു റൈറ്റ് ആംഗിളാണ് അല്ലേ. അന്നേരം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 90 + 90 എന്ത് കിട്ടി, 180. അന്നേരം ദീസ് ടു ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി ആംഗിൾസ്. ഇനി നമുക്ക് വേറെ പറയാം, ഇതൊരു ആംഗിൾ 110, ഈ ആംഗിൾ 70. അന്നേരം 110 + 70 = 180 കിട്ടിയില്ലേ. അന്നേരം ഇത് രണ്ടും നമുക്ക് എന്താണെന്ന് പറയാം, സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയാം. എന്നാൽ സപ്ലിമെൻ്ററി ആംഗിൾ ആകുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്നോ, ഒന്നെങ്കിൽ രണ്ടെണ്ണം റൈറ്റ് ആംഗിൾ ആകാം, അല്ലെങ്കിൽ ഒന്ന് ഒബ്റ്റ്യൂസും ഒന്ന് എന്തായിരിക്കും, അക്യൂട്ടും ആകാം. രണ്ടും ഒബ്റ്റ്യൂസ് ആകാൻ പറ്റുമോ, ഇല്ല. രണ്ടും ഒബ്റ്റ്യൂസ് ആയാൽ 90 കൂടുതലാണ്. 90 കൂടുതൽ വന്നാൽ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടുമോ, ഇല്ല. അന്നേരം നമ്മൾ സപ്ലിമെൻ്ററി ആകണമെങ്കിൽ ഒന്നെങ്കിൽ രണ്ടും എന്തായിരിക്കണം, റൈറ്റ് ആംഗിൾ ആയിരിക്കണം, അല്ലെങ്കിൽ വൺ ആംഗിൾ ഈസ് ഒബ്റ്റ്യൂസ്, അതർ ആംഗിൾ ഈസ് അക്യൂട്ട്. രണ്ടും ഒബ്റ്റ്യൂസ് ആകാൻ പറ്റത്തില്ല, രണ്ട് ആംഗിളും എന്തായിരിക്കണം, ഒരാംഗിൾ ഒബ്റ്റ്യൂസും വേറെ ആംഗിൾ എന്തായിരിക്കണം, പിന്നെ അക്യൂട്ടും ആകണം. അന്നേരം ക്യാൻ ടു ഒബ്റ്റ്യൂസ് ആംഗിൾസ് ബി സപ്ലിമെൻ്ററി? രണ്ട് ഒബ്റ്റ്യൂസ് ആംഗിൾ സപ്ലിമെൻ്ററി ആണോ? നോ അല്ലേ. ടു അക്യൂട്ട് ആംഗിൾസ് ആർ ക്യാൻ ടു അക്യൂട്ട് ആംഗിൾസ് ബി സപ്ലിമെൻ്ററി? നോ. ക്യാൻ ടു റൈറ്റ് ആംഗിൾസ് ബി സപ്ലിമെൻ്ററി? രണ്ട് റൈറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി ആകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ രണ്ടെണ്ണം ഒബ്റ്റ്യൂസ് ആകാനും സാധ്യതയില്ല, രണ്ടെണ്ണം അക്യൂട്ട് ആകാനും സാധ്യതയില്ല. എന്താ കാര്യമെന്ന് മനസ്സിലായല്ലോ. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, 180 കിട്ടണം. വൺ ഒബ്റ്റ്യൂസും വൺ അക്യൂട്ടും ആണെങ്കിൽ നമുക്ക് വേഗം കിട്ടാൻ പറ്റും. ഇനി നമുക്ക് ഒരെണ്ണം പറയുക, വാട്ട് വിൽ ബി ദ മെഷർ ഓഫ് ദ സപ്ലിമെൻ്ററി? ഫസ്റ്റ് വൺ ഈസ് 100 ഡിഗ്രി. ഒരു എണ്ണം തന്നിട്ടുണ്ട്, 100 ഡിഗ്രി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾ ഈസ് ഈക്വൽ ടു നമുക്കിത് മറ്റേ കോംപ്ലിമെൻ്ററിക്ക് 90 ആയിരുന്നു, സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 മൈനസ് 100 ഈക്വൽ ടു 80 ഡിഗ്രി. മനസ്സിലായല്ലോ. സെക്കൻഡ് വൺ 55 ഡിഗ്രി. സപ്ലിമെൻ്ററി ആംഗിൾ ഈസ് 180 മൈനസ് 55 ഈക്വൽ ടു 125. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സപ്ലിമെൻ്ററി ആംഗിൾ കണ്ടുപിടിക്കുന്ന മനസ്സിലായല്ലോ. പിന്നെ കോംപ്ലിമെൻ്ററി ആംഗിൾ, സപ്ലിമെൻ്ററി ആംഗിൾ. ഇനി വാട്ട് ഈസ് അഡ്ജസൻ്റ് ആംഗിൾ? ഇതൊക്കെ നമുക്ക് അറിഞ്ഞെങ്കിലേ നമുക്ക് അടുത്ത പഠിക്കാനൊക്കത്തുള്ളൂ. അഡ്ജസൻ്റ് ആംഗിൾ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ച അഡ്ജസൻ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത ആംഗിൾ. ഇപ്പം രണ്ട് ആംഗിൾ ഞാൻ വരയ്ക്കുന്നേ, ABCD. ഇവിടെ രണ്ട് ആംഗിൾ ഏതാണ്, 1, 2. ഫസ്റ്റ് ആംഗിൾ എപ്പോഴും എങ്ങനെ പറയണ്ട, വെർട്ടെക്സ് മിഡിലായിട്ട് വരണം. ആംഗിൾ ABD, ആംഗിൾ DBC. ഈ രണ്ട് ആംഗിളിൻ്റെ പ്രത്യേകത നോക്കി.
ഇവർക്ക് ഒരു സൈഡ് കോമൺ ആണ്. ഏതാ കോമൺ? BD കോമൺ ആണ്. അങ്ങനെയുള്ള രണ്ട് ആംഗിളിനെയാണ് എന്ത് പറയുന്നത്? അഡ്ജസൻറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അന്നേരം 2 angles ഹാവ് എ കോമൺ സൈഡ്. ഒരു കോമൺ സൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ആംഗിൾ എന്താണെന്ന് പറയാം? അഡ്ജസൻറ്റ് ആംഗിളാന്ന് പറയാം. അനദർ എക്സാമ്പിൾ ഈസ് ഇങ്ങനെ വരും. PQRS. ഫസ്റ്റ് ആംഗിൾ ഈസ് ആംഗിൾ P, എപ്പോഴും മിഡിൽ ഇത് വരണം. PQR. അനദർ ആംഗിൾ ഈസ് RQS. RQS. രണ്ട് ആംഗിൾ വന്നു. അതിനൊരു കോമൺ സൈഡ് ഉണ്ടല്ലോ. കോമൺ സൈഡ് ഉള്ളതുകൊണ്ട് ഈ രണ്ട് ആംഗിളും എന്താണെന്ന് പറയാം? അഡ്ജസൻറ്റ് ആംഗിളാന്ന് പറയാം. അഡ്ജസൻറ്റ് ആംഗിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത് രണ്ടും അഡ്ജസൻറ്റ് ആംഗിളാണ്. എന്താ കാര്യം? ഇതിനൊരു കോമൺ സൈഡ് ഉണ്ട്. അതുപോലെ ഇത് രണ്ടും അഡ്ജസൻറ്റ് ആംഗിളാണ്. ഇതിനും എന്തുണ്ട്? കോമൺ സൈഡ് ഉണ്ട്. അന്നേരം ഇങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്? അഡ്ജസൻറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അന്നേരം ദേ ഹാവ് എ ദീസ് 2 angles ഹാവ് എ കോമൺ വെർട്ടെക്സ് അല്ലേ? ദേ ഹാവ് എ കോമൺ വെർട്ടെക്സ്. ദേ ഹാവ് എ കോമൺ സൈഡ് ഓർ കോമൺ ആം. പിന്നെന്താണ്? ഇതാ കോമൺ. ഇത് കോമൺ അല്ലാത്തതിനെ എന്ത് പറയാം? നോൺ കോമൺ എന്ന് പറയും. കോമൺ അല്ലാത്തതിനെ എന്ത് പറയാം? നോൺ കോമൺ സൈഡ്സ് ആർ ഓൺ ഐദർ സൈഡ് ഓഫ് ദ കോമൺ ആം. അന്നേരം ഈ നോൺ കോമൺ ആം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ രണ്ട് സൈഡിലുമായിരിക്കണം. അന്നേരം എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ഒരു കോമൺ സൈഡ് വേണം, കോമൺ വെർട്ടെക്സ് വേണം, പിന്നെ കോമൺ അല്ലാത്ത രണ്ട് സൈഡും എന്തായിരിക്കണം? ഈ കോമൺ സൈഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിരിക്കും. അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ആയിരിക്കും. അതാ പറഞ്ഞത് ദ കോമൺ നോൺ കോമൺ സൈഡ് ആർ ഓൺ ഐദർ സൈഡ് ഓഫ് ദ കോമൺ സൈഡ്. കോമൺ സൈഡിൻ്റെ രണ്ട് സൈഡിലായിട്ടായിരിക്കണം ഏത് വരേണ്ടത്? നോൺ കോമൺ സൈഡ് വരേണ്ടത്. അന്നേരം പിന്നെ അഡ്ജസൻറ്റ് ആംഗിൾ ദീസ് അഡ്ജസൻറ്റ് ആംഗിൾസ് ആർ സച്ച് ദാറ്റ് they have common vertex and they have common side and non-common side. Non-common side ഇത് രണ്ടുവാ. Non-common side are on either side of the common side. കോമൺ സൈഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിരിക്കണം നോൺ കോമൺ സൈഡ്. സച്ച് ആംഗിൾസ് ആർ കാൾഡ് എന്താണെന്ന് പറയാം? അഡ്ജസൻറ്റ് ആംഗിൾസ് എന്ന് പറയാം. അഡ്ജസൻറ്റ് ആംഗിൾസ് ഹാവ് എ കോമൺ വെർട്ടെക്സ് ആൻഡ് കോമൺ ആം ബട്ട് നോ കോമൺ. എന്നിട്ട് എന്താകാം? നോൺ കോമൺ ഇൻറ്റീരിയർ പോയിൻറ്റ്സ്. ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ഒന്നും കാണത്തില്ല അല്ലേ? നോൺ കോമൺ ഇൻറ്റീരിയർ പോയിൻറ്റ്സ്. എന്നാൽ നിങ്ങൾക്ക് അഡ്ജസൻറ്റ് ആംഗിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. എന്നിട്ട് രണ്ട് അഡ്ജസൻറ്റ് ആംഗിൾ എങ്ങനെ നമുക്ക് എഴുതാം നോക്കിയേ. ഇപ്പോൾ ഇങ്ങനൊരു ഒരു AOD BC. നിങ്ങളോട് പറയുക അഡ്ജസൻറ്റ് ആംഗിൾ എഴുതാം. നോക്കിയേ, നിങ്ങൾ അഡ്ജസൻറ്റ് ആംഗിൾ എഴുതാൻ പറഞ്ഞാൽ അതുകൊണ്ട് ഈ രണ്ട് ആംഗിൾ നമുക്കെടുക്കാം അല്ലേ? അതിന് രണ്ടിനും കോമൺ സൈഡ് ഉണ്ടല്ലോ. അന്നേരം നമ്മൾ അഡ്ജസൻറ്റ് ആംഗിൾ എങ്ങനെ പെയറായിട്ട് എഴുതണം? ബ്രാക്കറ്റിൽ AOB ആംഗിൾ AOB കോമ ആംഗിൾ BOC. ആംഗിൾ BOC ഇതൊരു അഡ്ജസൻറ്റ് ആംഗിളാണ്. ഇനി വേറെ അഡ്ജസൻറ്റ് ആംഗിളുണ്ട്. ഏതാ? ഇതും ഇതും അഡ്ജസൻറ്റ് ആംഗിൾ അല്ലേ? എന്നാൽ നമുക്ക് എങ്ങനെ പറയാം? ഇതല്ലേ? എന്നാൽ BOC ആംഗിൾ BOC ആൻഡ് ആംഗിൾ COD. ഇതും എന്താണ്? അഡ്ജസൻറ്റ് ആംഗിൾ ആണ്. അന്നേരം അഡ്ജസൻറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ നിങ്ങളോട് അഡ്ജസൻറ്റ് ആംഗിൾ എഴുതാൻ പറഞ്ഞാൽ ഇത് രണ്ടും അഡ്ജസൻറ്റ് ആംഗിളാണ്. എന്നാൽ ആംഗിൾ എഴുതാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ ഇത് രണ്ടും എന്താണ്? അഡ്ജസൻറ്റ് ആംഗിളാണ്. അന്നേരം നിങ്ങൾക്ക് അഡ്ജസൻറ്റ് ആംഗിൾ എഴുതാൻ മനസ്സിലായല്ലോ. ക്യാൻ 2 അഡ്ജസൻറ്റ് ആംഗിൾസ് ബി സപ്ലിമെൻ്ററി? രണ്ട് അഡ്ജസൻറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി ആകാൻ സാധ്യതയുണ്ടോ? ഉണ്ട് അല്ലേ? ഈ രണ്ടും ഇതാകുമ്പോൾ ഇത് നേരെ സ്ട്രെയിറ്റ് ലൈൻ എന്താണ്? 180 ഡിഗ്രി അല്ലേ?
അന്നേരം രണ്ട് അഡ്ജസൻ്റ് ആംഗിൾ എന്താകാൻ സാധ്യതയുണ്ട്? സപ്ലിമെൻ്ററി ആകാൻ സാധ്യത ഉണ്ട്. ക്യാൻ ടു അഡ്ജസൻ്റ് ആംഗിൾസ് ബി സപ്ലിമെൻ്ററി? യെസ്, ദീസ് ടു ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. പക്ഷേ എല്ലാ അഡ്ജസൻ്റ് ആംഗിളും സപ്ലിമെൻ്ററി ആകുമോ? ഇല്ല. ചിലപ്പോൾ ചില അഡ്ജസൻ്റ് ആംഗിൾ ചിലപ്പോൾ എന്താകാം? സപ്ലിമെൻ്ററി ആകാനുള്ള. സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? 180. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 180. സ്ട്രെയിറ്റ് ആംഗിൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സ്ട്രെയിറ്റ് ആംഗിൾ ഈസ് 180. സ്ട്രെയിറ്റ് ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 180. നേരെ ഒരു ലൈൻ വരച്ചാൽ ഈ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി ആണ്. അന്നേരം നമ്മൾ ഒരു ലൈൻ വരച്ചാൽ ഇത് രണ്ടും എന്താകാം? അഡ്ജസൻ്റ് ആംഗിൾ ആകാം. ഈ അഡ്ജസൻ്റ് ആംഗിൾ എന്താകാം? സപ്ലിമെൻ്ററി ആകാം. Another type is linear pair. Linear pair. Linear pair. Now what is linear pair? A linear pair is a pair of adjacent angles whose non-common sides are opposite rays. നമ്മൾ പഠിച്ച അഡ്ജസൻ്റ് ആംഗിൾ പഠിച്ചത് ഈ ലീനിയർ പെയർ പഠിക്കാനാണ്. അന്നേരം ഈ ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെയർ ഓഫ് അഡ്ജസൻ്റ് ആംഗിൾ അല്ലേ? രണ്ട് അഡ്ജസൻ്റ് ആംഗിളാണ്. ഹൂസ് നോൺ കോമൺ സൈഡ്സ് ആർ ഓപ്പോസിറ്റ് റേസ്. അന്നേരം ഇങ്ങനെ ആകല്ല. എങ്ങനെ ആകരുത്? ഈ രണ്ട് സൈഡ് ആകില്ല. എങ്ങനെയാകാവൂ? ഓപ്പോസിറ്റ് റേയെ ആകാമോ? ഇങ്ങനെയുള്ള ടൈപ്പിനെയാണ് എന്ത് പറയുന്നത്? ലീനിയർ പെയർ. ഇത് രണ്ടും അഡ്ജസൻ്റ് ആംഗിളാണ്. പക്ഷേ ഇതെന്തല്ല? നോൺ കോമൺ സൈഡ്സ് ആർ ഓപ്പോസിറ്റ് റേസ് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വരണം ഇത്. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റാണോ ഇത്? അല്ല. അന്നേരം ഇവിടുത്തെ പ്രത്യേകത എന്താ? ലീനിയർ പെയർ എന്താണ്? ലീനിയർ പെയർ ഈസ് ദ പെയർ ഓഫ് അഡ്ജസൻ്റ് ആംഗിൾ ഹൂസ് നോൺ കോമൺ സൈഡ്. അന്നേരം ഒന്ന് ഇങ്ങനെ വരച്ചാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം അടുത്തത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അന്നേരം നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ എക്സ്, വൈ, ഇസഡ്, എ. അന്നേരം ദീസ് ടു ആംഗിൾസ് ആർ അഡ്ജസൻ്റ് ആംഗിൾ. അഡ്ജസൻ്റ് ആംഗിൾ ഏതൊക്കെയാണ്? ആംഗിൾ എക്സ്, വൈ, ഇസഡ്, ആംഗിൾ ഇസഡ്, വൈ, എ. ദീസ് ടു ആംഗിൾസ് ആർ അഡ്ജസൻ്റ് ആംഗിൾ. അഡ്ജസൻ്റ് ആംഗിൾ എന്താണെന്ന് മനസ്സിലായല്ലോ? കോമൺ സൈഡ് ഉണ്ട്. പക്ഷേ ഹൂസ് നോൺ കോമൺ സൈഡ് അല്ലാത്ത രണ്ട് സൈഡ് ഉണ്ടല്ലോ, ആർ ഓപ്പോസിറ്റ് റേസ് ആയിരിക്കണം. ഇവിടെ ഓപ്പോസിറ്റ് ആണല്ലോ. ഓപ്പോസിറ്റ് ആകുന്നതിൻ്റെ കാരണം എന്താണെന്നോ? ഇത് സ്ട്രെയിറ്റ് ലൈൻ ആകും. സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 180 കിട്ടണം. അന്നേരം ലീനിയർ പെയർ എന്തായിരിക്കും? എപ്പോഴും എന്താണ്? രണ്ട് ലീനിയർ പെയർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും. അന്നേരം എ ലീനിയർ പെയർ ഈസ് എ പെയർ ഓഫ് അഡ്ജസൻ്റ് ആംഗിൾ. അഡ്ജസൻ്റ് ആംഗിൾ എന്താണെന്ന് മനസ്സിലായല്ലോ? അഡ്ജസൻ്റ് ആംഗിൾ ഹൂസ് നോൺ കോമൺ സൈഡ്സ് ആർ ഓപ്പോസിറ്റ് റേസ്. These two angles, sum of these two angles is 180 or supplementary. അന്നേരം ഈ രണ്ട് ആംഗിൾ എന്താകാനുള്ള സാധ്യതയാണ്? ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത് അല്ലേ? അന്നേരം അതെന്താണെന്ന് പറയാം? സപ്ലിമെൻ്ററി ആണെന്ന് പറയാം. 180 ഡിഗ്രി ആണെന്ന് പറയാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ തന്നെ വരണമെന്ന്. അടുത്ത ടീച്ചർ ഇങ്ങനെ വരച്ചു. പി, ക്യു, ആർ, എസ്, ഇങ്ങനെ ഒരു ആംഗിൾ. അന്നേരം നമ്മൾ ചരിച്ച് നോക്കിയാൽ ഇതെന്താണ്? സ്ട്രെയിറ്റ് ലൈനാണ്. ഈ ഭാഗം എന്താണ്? സ്ട്രെയിറ്റ് ലൈനാണ്. അന്നേരം അഡ്ജസൻ്റ് ആംഗിൾ ഏതൊക്കെ വരാം? ആംഗിൾ പി ആർ എസ്, ആംഗിൾ പി ആർ എസ് ആൻഡ് ആംഗിൾ ക്യു ആർ എസ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 180 സപ്ലിമെൻ്ററി കിട്ടി. അന്നേരം ലീനിയർ പെയർ ആർ സപ്ലിമെൻ്ററി. ലീനിയർ പെയർസ് ആർ
സപ്ലിമെൻ്ററി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സപ്ലിമെൻ്ററി കിട്ടും. ഇനി നമുക്ക് വേറെ വരയ്ക്കാം. ഇങ്ങനെ വരച്ചാലും എന്താണ്? ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വന്നു. എന്നിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വന്നു, ഇവിടെയും സ്ട്രെയിറ്റ്. എങ്ങനെ വേണേലും നമുക്ക് വരാം. അന്നേരം ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 180 കിട്ടും. അന്നേരം വാട്ട് ഈസ് ലീനിയർ പെയർ? ലീനിയർ പെയർ ഈസ് ദ പെയർ ഓഫ് അഡ്ജസൻറ്റ് ആംഗിൾ whose non-common side are opposite rays are called linear pair. എന്നാൽ ലീനിയർ പെയർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി വാട്ട് ഈസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ? വെർട്ടിക്കലി നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചുമ്മാതെ പഠിക്കുവാണെന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്യാൻ നമുക്കിതൊക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ അഡ്ജസൻ്റ് ആംഗിൾ പഠിച്ചപ്പോൾ നമ്മൾ ലീനിയർ പെയറായി അല്ലേ? അതേപോലെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് അടുത്ത വർഷവും നമുക്ക് ഈ ലീനിയർ പെയർ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ, അഡ്ജസൻ്റ് ആംഗിളൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് ഇപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വേണം ചെയ്യാൻ. അന്നേരം വാട്ട് ഈസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ? ഇപ്പോൾ 2 ലൈൻസ്, നിങ്ങളൊരു 2 ലൈൻസ് വരയ്ക്കുക. 2 ലൈൻസ്. ലൈനിനെ നമ്മൾ സ്മാൾ ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, L. ഇപ്പം വേറൊരു ലൈൻ M. ഇവിടെ നമ്മൾ എഴുതണ്ട, ഒരെണ്ണം മതി. അന്നേരം 2 ലൈൻസ് എല്ലാം ഇൻ്റർസെക്റ്റിംഗ് അറ്റ് എ പോയിൻ്റ്. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അന്നേരം 2 ലൈൻ നമ്മൾ കൂട്ടിമുട്ടിയാൽ നമുക്ക് എന്ത് പറയാം? ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് എന്ന് പറയാം. ഇപ്പം നമ്മൾ ഇതാണ്ട് ഈ 2 പേന നമുക്ക് എന്ത് കൊടുക്കാം? ഇങ്ങനെ ചെയ്ത്. അന്നേരം ഈ പോയിൻ്റിനെയാണ് എന്ത് പറയുന്നത്? അത് ഇത് 2 ലൈൻസ് ആയിട്ട് എഴുതുക. ഇത് 1 ലൈൻ, ഇത് 2 ലൈൻ. 2 ലൈൻ ഇൻ്റർസെക്റ്റ് അറ്റ് എ പോയിൻ്റ്. ഒരു പോയിൻറ്റിലല്ലേ മീറ്റ് ചെയ്യത്തുള്ളൂ, അല്ലാതെ 1-2 പോയിൻ്റ് മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. എങ്ങനെ പോയാലും എത്ര പോയിൻറ്റിലേ മീറ്റ് ചെയ്യത്തുള്ളൂ? ഇങ്ങനെ പോയാലും ഒരു പോയിൻ്റ്, ഇങ്ങനെ വന്നാലും ഒരു പോയിൻ്റ് അല്ലേ? ഇങ്ങനെ വന്നാലും ഒരു പോയിൻ്റ്. അന്ന് 2 ലൈന് മീറ്റ് ചെയ്യുന്നത് എന്താണ്? 1 പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യത്തുള്ളൂ. അതിനെയാണ് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ്. അന്നേരം 2 ലൈൻസ് എല്ലാം ഇവിടെ എല്ലും എമ്മും ഇൻ്റർസെക്റ്റിംഗ് അറ്റ് എ പോയിൻ്റ്. ഇൻ്റർസെക്റ്റിംഗ് അറ്റ് എ പോയിൻ്റ് O ആണെന്ന് കരുതിക്കോ. ഇൻ്റർസെക്റ്റിംഗ് അറ്റ് യു ക്യാൻ നൗ മാർക്ക് എന്തെടുക്കാം? ഇപ്പോൾ ഈ ആംഗിളിനെ ഞാൻ 1 എന്ന് എഴുതി. ആംഗിൾ 1, ഇത് ആംഗിൾ 2, ആംഗിൾ 3, ആംഗിൾ 4. ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്യുന്നു. അന്നേരം 2 ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ എത്ര ആംഗിൾ ഫോം ചെയ്യുന്നു? 4 ആംഗിൾസ് ആർ ഫോംഡ് അല്ലേ? നമ്മളിങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ എത്ര ആംഗിൾ ഫോം ചെയ്യുന്നു? ഇപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എത്ര ആംഗിൾ ഫോം ചെയ്യുന്നു? 1, 2, 3, 4 ആംഗിൾസ് നമുക്ക് ഫോം ചെയ്യുന്നു. അന്നേരം യു ക്യാൻ മാർക്ക് ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 3, ആംഗിൾ 4. എന്നിട്ട് ഈ പോയിൻ്റ് നമ്മൾ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഈ 2 ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇതിനെയാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അന്നേരം ആംഗിൾ 3 ഈസ് ഈക്വൽ ടു ആംഗിൾ 3 ആൻഡ് ആംഗിൾ 4 ആർ കാൾഡ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. അനദർ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആർ ഇത് 3 1 അല്ലേ? ആംഗിൾ 3 1 കേട്ടോ. ഇനി അടുത്ത ആംഗിൾ 2 ആംഗിൾ 4. അതും എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ്. അതായത് 2 ലൈൻ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ആംഗിളും എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഈ ആംഗിളും എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ ആംഗിൾ 1 അല്ലേ കൊടുത്തേക്കുന്നത്? ആംഗിൾ 1ഉം ആംഗിൾ 3യും അതുപോലെ ആംഗിൾ 4ഉം ആംഗിൾ 2ഉം എന്താണെന്ന് പറയാം? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയാം. അഡ്ജസൻ്റ് ആംഗിൾ ആണോ? ഇല്ല. അഡ്ജസൻ്റ് ആംഗിൾ എങ്ങനെയാണ് വരുന്നത്? ഇത് രണ്ടും അഡ്ജസൻ്റ് ആംഗിൾ, അടുത്തടുത്ത് വരുന്നതിനെ അഡ്ജസൻ്റ് ആംഗിൾ. ഇത് അടുത്തടുത്തല്ല, ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നു. അതിനെയാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഈ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ.
അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അന്നേരം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ്? 2 lines L and M intersecting at a point, we get 4 angles. The opposite angles are called vertically opposite angle. These vertically opposite angles are equal. നമുക്ക് ഈ രണ്ട് വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾ എന്താ പറയുക? when 2 lines intersect, the vertically opposite angles so formed are equal. അന്നേരം നമുക്കുണ്ടാകുന്ന വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ, അന്നേരം ഉണ്ടാകുന്ന വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആണെന്ന് പറയും. ഇനി അനദർ എക്സാമ്പിൾ. ഇപ്പം നമ്മൾ ഒരു ലൈൻ തരികയാണ്. ഇതൊരു ലൈൻ എ ബി, സി ഡി. നിങ്ങൾ കരുതിക്കണം ഇത് രണ്ടും എന്തായിരിക്കും? ഇൻ്റർസെക്റ്റ് ചെയ്യുന്നെന്ന് കരുതിക്കണം കേട്ടോ. ഇൻ്റർസെക്റ്റിംഗ് അറ്റ് ഓ. ഇനി ഇവരിങ്ങനെയും കൂടെ തന്നിരിക്കുക. ഇങ്ങനെ തന്നാൽ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയാണ് ഈ ലൈൻ യഥാർത്ഥത്തിൽ എന്തല്ല, ഇതിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. ഇത് അഡീഷണൽ തരുന്ന ഒരു ലൈനാണ്, നിങ്ങളെ തെറ്റിക്കാൻ തരുന്ന ഒരു ലൈനാണ്. മനസ്സിലായി? ഇവിടെ ഏത് രണ്ട് ലൈനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളൂ? ഈ രണ്ട് ലൈനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളൂ. അത് നിങ്ങൾ എപ്പോഴും അറിയിക്കണം. ഇനി ചോദിച്ചേക്കുന്നത് 5 pairs of adjacent angle. adjacent angle എഴുതാൻ ചോദിക്കുക. റൈറ്റ് 5 pairs of adjacent angle. adjacent angle എഴുതാൻ നമുക്കിതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളിനകത്ത് ഏത് പറ്റത്തില്ല? ഈ ലൈൻ പറ്റത്തില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അന്നേരം അഡ്ജസൻ്റ് ആംഗിൾ ഏതൊക്കെ വരാം? ഇതും ഇതും അല്ലേ? അന്നേരം നമ്മൾ എങ്ങനെ എഴുതുന്നത്? എപ്പോഴും ബ്രാക്കറ്റ് എഴുതണം. ആംഗിൾ എഴുതണം. AOE. അതിൻ്റെ അഡ്ജസൻ്റ് ആംഗിൾ ഏതാ? EOC. ആംഗിൾ EOC ഒരെണ്ണം. അടുത്ത എന്തെടുക്കാം? EOC. നമ്മളിങ്ങനെ തന്നെ നോക്കി, ഇത് രണ്ടും. ആംഗിൾ EOC, ആംഗിൾ COB. എന്നിട്ട് രണ്ടായില്ലേ? ഇനി അടുത്ത എന്തെടുക്കാം? ഇത് രണ്ടും. എന്നിട്ട് ആംഗിൾ COB, ആംഗിൾ BOD. കിട്ടിയില്ലേ? അടുത്ത ഈ രണ്ടാംഗിൾ ആംഗിൾ BOD, ആംഗിൾ DOA. എപ്പോഴും നടുക്ക് വരണം O. ആംഗിൾ DOA. അന്നേരം ഇപ്പം എത്രയായി? 1 2 3 4 5 ആയി എഴുതാൻ പറഞ്ഞു. അടുത്ത നമ്മൾ എന്തെടുക്കണം? ഈ രണ്ടാംഗിൾ. ആംഗിൾ ഈസ് ആംഗിൾ DOA, ആംഗിൾ AOE. അന്നേരം 5 pairs of adjacent angle എഴുതിയല്ല. അഡ്ജസൻ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്? അടുത്തടുത്തത് അല്ലേ? അതിനൊരു കോമൺ സൈഡ് വേണം. അന്നേരം അഡ്ജസൻ്റ് ആംഗിൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയല്ലോ. ഇനിയും 3 ലീനിയർ പെയർ. 3 ലീനിയർ പെയർ. 3 ലീനിയർ പെയർ എന്ന് പറയുമ്പോൾ ലീനിയർ പെയറിനകത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വേണം അല്ലേ? അത് നിങ്ങൾ ആലോചിക്കണം. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. അന്നേരം ഈ ലൈൻ നമ്മൾ എപ്പോഴും എടുക്കരുത് കേട്ടോ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളിനും ലീനിയർ പെയറിനും ഏതെടുക്കരുത്? EO എടുക്കരുത്. അന്നേരം നമുക്കിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വന്നു. വേണ്ട, സ്ട്രെയിറ്റ് ലൈൻ വന്നു. ഏത് ലൈനാണ് എടുക്കുന്നത്? ഇതൊരു ലീനിയർ പെയറാണ് അല്ലേ? നമുക്കിതൊരു ലീനിയർ പെയറായിട്ട് എടുക്കാമല്ലോ. ലീനിയർ പെയറിനകത്ത് എന്തോ വരണം? ഒരു സ്ട്രെയിറ്റ് ലൈന് വരണം. അന്നേരം നമുക്ക് എങ്ങനെ എടുക്കാം? ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ. ഇതെന്തോ എടുക്കാം അല്ലേ? അന്നേരം ഈ രണ്ട് ആംഗിൾ ലീനിയർ പെയർ. ഈ ആംഗിളല്ല, ഏതാംഗിളാണ്? ഈ കണ്ടോ? ഈ ആംഗിളാണ് ലീനിയർ പെയർ. അന്നേരം ഏത് പറയാം? ആംഗിൾ AOC ആൻഡ് ആംഗിൾ BOC. ഇതൊരു ലീനിയർ പെയറാണ്, അതും ബ്രാക്കറ്റിൽ എണ്ണം. അടുത്ത നമുക്ക് എങ്ങനെ വരാം? അടുത്ത സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ വരാം? ഇതുണ്ട്, ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ? ആണല്ലോ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അന്നേരം ഏത് രണ്ട് ആംഗിൾ വരാം? ഈ രണ്ട് ആംഗിൾ വരാം. അന്നേരം ആംഗിൾ COB, ആംഗിൾ BOD. ഈ രണ്ട് ആംഗിൾ വരാം. അടുത്ത നമ്മൾ എന്തോ പറയാം? വേണ്ട, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ. ഇതുണ്ട്, ഇങ്ങോട്ട് വരാം. അന്നേരം ഏത് രണ്ട് ആംഗിളാണ്? ഈ രണ്ട് ആംഗിൾ. അന്നേരം ആംഗിൾ
ഒ ഡി, ആംഗിൾ ഡി ഒ. അന്നേരം നമുക്ക് 3 ലീനിയർ പെയർസ് കിട്ടിയല്ലോ. 3 ലീനിയർ പെയർ എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കണം? ഒന്നുകൂടെ പറഞ്ഞുതരാം. ലീനിയർ പെയർ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്. അന്നേരം ഈ 2 ആംഗിളാണ് നമ്മൾ എഴുതുന്നുണ്ട്. അതിന് പകരം നമ്മൾ നോക്കണം സ്ട്രെയിറ്റ് ലൈൻ എവിടെ കിടപ്പുണ്ടെന്ന് നോക്കണം. ഈ ലൈൻ എടുക്കണ്ട, ഈ ലൈൻ ഇങ്ങനെ വെച്ചാൽ നമുക്കിത്. അന്നേരം ഈ ആംഗിളാണ്, അല്ലാതെ കുഞ്ഞ് ആംഗിളല്ല. ഈ ആ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, സ്ട്രെയിറ്റ് ലൈനിനോട് ചേർന്ന ആംഗിൾ. ഈ ആംഗിളും ഈ ആംഗിൾ. അടുത്ത എന്താണ്? ഈ ആംഗിളും ഈ ആംഗിളും. ഇനി ഈ സ്ട്രെയിറ്റ് ലൈൻ എടുത്തപ്പോൾ ഇതും ഇതും. ഇനി തിരിച്ച് നമുക്കെടുക്കാം, ഇതും അതുമായിട്ട് എടുക്കാം. ഇനി നമുക്ക് ലീനിയർ പെയർ എടുത്ത് എഴുതാം. ഇനി അടുത്ത എന്താണ്? 2 പെയർസ് ഓഫ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. 2 പെയർസ് ഓഫ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഏതേ വരാവൂ, ഇത് വരരുത് അല്ലേ? ഇതും ഇതുവേ വരാവൂ. ഈ 2 ആംഗിൾ വരാം. അന്നേരം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? ഇതും ഈ സൈഡ്. കണ്ട? അന്നേരം എന്ത് വരും? ആംഗിൾ സി ഒ ബി, ആംഗിൾ എ ഒ ഡി. ഇത് വരും ആംഗിൾ സി ഒ ബി ഈക്വൽ ടു ആംഗിൾ എ ഒ ടി. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത് നമ്മൾ നോക്കാതെ നമുക്കറിയാം ഈ ലൈനും ഈ ലൈനും മീറ്റ് ചെയ്തപ്പം ഈ ആംഗിളും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. അടുത്ത ഏത് ആംഗിളാണ്? ഈ ആംഗിളും അല്ലേ? അടുത്ത ഏത് ആംഗിളൊന്ന്? ഈ ആംഗിൾ. ഈ 2. അന്നേരം ഇത് നമ്മൾ നോക്കുന്നില്ല. അന്നേരം ഇതേതാണ്? എ ഒ സി. ആംഗിൾ എ ഒ സി ഈക്വൽ ടു ആംഗിൾ ബി ഒ ഡി. ഇതാണ് 2 പെയർസ് ഓഫ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. അന്നേരം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എന്താണെന്ന് അറിയണം. അഡ്ജസൻ്റ് ആംഗിൾ, ലീനിയർ പെയർ. ഇത്രയും നല്ലോണം പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തെടുക്കാനൊക്കത്തുള്ളൂ. നമുക്കിങ്ങനെ ഒരു ലൈൻ തന്നാൽ നമുക്ക് എന്തെടുക്കാനൊക്കത്തുള്ളൂ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ, ലീനിയർ പെയർ, അഡ്ജസൻ്റ് ആംഗിൾ. അഡ്ജസൻ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ 2 സൈഡ് ഇങ്ങനെ. ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്. ഇതും ഓപ്പോസിറ്റ് ആംഗിളാണ്. അന്നേരം മൂന്നിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മുടെ നോട്ട് നോക്കി. എ ലൈൻ ഹാസ് 2 end points. എ ലൈൻ ഹാസ് 2 end points. എ റേ ഹാസ് only 1 end point. എ ലൈൻ ഹാസ് നോ end points on the either side. ലൈനിന് end point ഒന്നുമില്ല. What is complementary angle? When the sum of the measures of 2 angles is 90 degree. The angles are called complementary angle. Here these 2 angles 35 and 65. 35 and 65 100 degree. These 2 angles are not a complementary angle. These 2 angles 30 and 60 is equal to 90 degree. These 2 angles are complementary. What is supplementary angles? When the sum of the measures of 2 angles is 180. The angles are called supplementary angle. These 2 angles 100 80 degree. 2 ആംഗിൾ തന്നിട്ടുണ്ട്, 80 and 100. Sum of these measures 100 plus 80 is equal to 180 degree. Therefore these 2 angles are supplementary. ഇതിനെ നമുക്ക് എന്ത് പറയാം? സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയാം. ഇനി these 2 angles 90 plus 90. 90 plus 90 is equal to 180. അന്നേരം ഈ ആംഗിൾ എന്താണെന്ന് പറയാം? സപ്ലിമെൻ്ററി ആംഗിൾ. These 2 angles are supplementary. Identify which of the following pairs of the angles are complementary and which are supplementary. എന്നാൽ നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആണോ നോക്കണം. നോക്കിയാൽ ഇത് തമ്മിൽ ആഡ് ചെയ്തേ. 150 plus 65. 150 plus 65. 5 5 10. 6 plus 1 8. 180 കിട്ടിയില്ലേ? 180 കിട്ടിയപ്പോൾ ഇതെന്താണ്? കോംപ്ലിമെൻ്ററി ആണോ സപ്ലിമെൻ്ററി ആണോ? സപ്ലിമെൻ്ററി അല്ലേ? അതേപോലെ ഇവിടെ നോക്കിയാൽ 130 plus 50. ഇത് ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 180 കിട്ടി. Therefore these 2 angles are supplementary. ഇനി 63 and 27. എന്നാൽ 63 27 കൂടെ ആഡ് ചെയ്യണം. 90 കിട്ടി.
Therefore, these two angles are complementary. 45 plus 45, 90 degree. These two angles are complementary. These angles are supplementary. Supplementary എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി വാട്ട് ഈസ് ലീനിയർ പെയർ? എ ലീനിയർ പെയർ ഈസ് ദ പെയർ ഓഫ് അഡ്ജസൻറ്റ് ആംഗിൾസ് ഹൂസ് നോൺ കോമൺ സൈഡ്സ് ആർ ഓപ്പോസിറ്റ്. നോൺ കോമൺ സൈഡ് എന്തായിരിക്കണം? ഓപ്പോസിറ്റ് ആകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ലീനിയർ പെയർ എന്ന് പറയുന്നത്. ഈ ലീനിയർ പെയർ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 180 കിട്ടണം. ഇത് ആംഗിൾ 1, ഇത് ആംഗിൾ 2. ആംഗിൾ 1ഉം ആംഗിൾ 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. എന്നാൽ ലീനിയർ പെയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുകൊണ്ട്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. അതെങ്ങനെ വേണമെങ്കിലും വരാം. ഇപ്പം നേരെ വരാം, ഈ സൈഡ് ഇങ്ങനെ സൈഡിലോട്ട് വരാം. പക്ഷേ നമുക്ക് രണ്ട് ആംഗിൾ, എ ലീനിയർ പെയർ ഇസ് ദ പെയർ ഓഫ് അഡ്ജസൻറ്റ് ആംഗിളാണ് ഹൂസ് നോൺ കോമൺ സൈൻസ് ആർ ഓപ്പോസിറ്റ്. ലീനിയർ പെയർ ആർ സപ്ലിമെൻ്ററി. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 180 കിട്ടും. ഇനി വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. വെൻ ടു ലൈൻസ് ഇൻ്റർസെക്റ്റ്, ടു ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു, രണ്ട് ലൈൻ കൂട്ടിമുട്ടുന്നു, ദ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ഫോംഡ് ആർ ഈക്വൽ. അങ്ങനെ ഉണ്ടാകുന്ന വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ്? ഈക്വലാണ്. അതായത് വിച്ച് ഇൻ്റർസെക്റ്റ് അറ്റ് ഒ, ഇത് ഒയിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നെന്ന് കരുതുക. ഒയിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ മേക്കിംഗ് ആംഗിൾസ് ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 3, ആംഗിൾ 4. ഹിയർ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 3, ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ 4. ഇത് ആംഗിൾ 1, ആംഗിൾ 3 ആ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ആംഗിൾ 2, ആംഗിൾ 4 ആർ ഈക്വൽ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആർ ഈക്വൽ. ഇനി എന്താണ് ഈ ഒരു ഇത് തന്നിട്ട് നിങ്ങൾ എന്തെടുക്കണം? 5 പെയർസ് ഓഫ് അഡ്ജസൻറ്റ് ആംഗിൾ എഴുതണം. അഡ്ജസൻറ്റ് ആംഗിൾ അത് ഞാൻ പറഞ്ഞെന്നാൽ 3 ലീനിയർ പെയർസ് എഴുതണം, 2 പെയർസ് ഓഫ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എഴുതണം. എപ്പോഴും നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് ഇങ്ങനെ തന്നെ എഴുതണം. ബ്രാക്കറ്റ് ഇട്ട് 3 ലീനിയർ പെയർ, 5 പെയർസ് ഓഫ് അഡ്ജസൻറ്റ് ആംഗിൾ, പിന്നെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റണം കേട്ടോ. ഇനി അടുത്തത് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ ആംഗിൾ എക്സ് വൈ ഇസഡ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഇനി ഫൈൻഡ് ദ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അന്നേരം നമുക്ക് ഇതൊന്ന് വരച്ചിട്ട് നമുക്ക് നോക്കാം. രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്തേക്കുക. രണ്ട് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്തു. അന്നേരം നമുക്കറിയാം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഫോംഡ്. അന്നേരം ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ട് 55 ഡിഗ്രി. ഇത് എക്സ്, ഇത് ഇസഡ്, ഇത് വൈ. എന്നാൽ ഫൈൻഡ് എക്സ് വൈ ഇസഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് എക്സ് വൈ ഇസഡ്. ഇവിടെ നോക്കിയേ, 55 വന്നാൽ ഇതെന്താകും? എക്സ് എത്ര കിട്ടും? 55 കിട്ടും. എന്താ കാര്യം? ഇതിൻ്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ്. അന്നേരം എക്സ് ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി. റീസൺ എഴുതണം. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇങ്ങനെ റീസൺ എഴുതണം കേട്ടോ. അല്ലാതെ ചുമ്മാ അത് എഴുതി വയ്ക്കരുത്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇന്നലെ എക്സ് എന്ത് കിട്ടി? 55 എന്ന് കിട്ടി. ഇനി നമുക്ക് വൈ കണ്ടുപിടിക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതെന്താണ്? ഒരു ലീനിയർ പെയറാണ്. ഏതാ ലീനിയർ പെയർ? ഇത് ഈ സൈഡ് ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ വന്നാൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈൻ വന്നാൽ നമുക്കറിയാം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 180 കിട്ടും. ഇത് സ്ട്രെയിറ്റ് ആംഗിൾ അല്ലേ? ലീനിയർ പെയറാണ്. സ്ട്രെയിറ്റ് ലൈൻ വന്നാൽ ലീനിയർ പെയറാണ്. അന്നേരം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 180 കിട്ടും. അന്നേരം ഇത് 55 ആണ്. അന്നേരം ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? 180 മൈനസ് 55. എന്നാൽ വൈ നമുക്ക് എങ്ങനെ കിട്ടി? വൈ ഈസ് ഈക്വൽ ടു 180 മൈനസ് 55 ഈക്വൽ ടു 150 ഡിഗ്രി. അന്നേരം അതിൻ്റെ റീസൺ എന്താണ്? ലീനിയർ പെയർ ആർ സപ്ലിമെൻ്ററി. അതെന്താണ് സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ? എന്താണ്? 180 ആണ്. അന്നേരം എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇത് 55 കിട്ടി. അന്നേരം നമുക്കറിയാം ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്, ലീനിയർ പെയറാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടണം. അന്നേരം 180ന്ന് 55 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 150. അന്നേരം ഇത് കിട്ടി. ഇനി നമുക്ക് എളുപ്പമാണ്. ഇതിൻ്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ് ഇസഡ്. അന്നേരം ആംഗിൾ വൈ ഇസിക്കൽ ടു എന്താണെന്ന് പറയാം? ആംഗിൾ ഇസഡ് എന്ന് പറയാം. എന്താ കാര്യം? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അന്നേരം ആംഗിൾ വൈ നമുക്ക് എത്രയാണെന്ന് കിട്ടി? 150 കിട്ടി. അതുകൊണ്ട് ആംഗിൾ ഇസഡും എന്ത് കിട്ടും? 150 ഡിഗ്രി കിട്ടി.
എന്താ കാര്യം? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. എന്നാൽ റീസൺ കറക്റ്റായിട്ട് എഴുതണം. അന്നേരം ഇതിപ്പം കണ്ടോ, ഫൈൻഡ് എക്സ് വൈ ഇസഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഒരു നമ്പർ തരും, അന്നേരം നമ്മൾ അതിൻ്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ കണ്ടുപിടിച്ചിട്ട് ഒരു വിലയുടെ കണ്ടുപിടിക്കണം. പിന്നെ അതിനകത്തൊരു ലീനിയർ പെയർ വരും. ലീനിയർ പെയർ വരുമ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ആണ്. അന്നേരം ഇതിൻ്റെ വില കണ്ടുപിടിക്കും. ഈ വില കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ് ഇസഡ്. അന്നേരം നമുക്ക് ഫൈൻഡ് എക്സ് വൈ ഇസഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഫിഗർ തന്നേക്കുന്നത് അന്നേരം ഇത് ഒരു അഡീഷണലായിട്ട് തന്നിട്ടുണ്ട്. അന്നേരം അത് നിങ്ങൾ ശ്രദ്ധിച്ചേ ചെയ്യാവൂ കേട്ടോ. അത് ചുമ്മാ അത് നിങ്ങളെ ഒന്ന് ഇതാക്കാനാണ്, നിങ്ങളറിയാതെ തെറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. എക്സ് വൈ 40 ഇസഡ് ഇതാ തന്നിരിക്കുന്നത്. അന്നേരം ഇങ്ങനൊരു ഫിഗർ തന്നിരിക്കുകയാണ്. നിങ്ങളോട് പറയാം എക്സ് വൈ ഇസഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്നാൽ നിങ്ങളൊക്കെ വിചാരിക്കും ഇത് 25 ഇത് 25 എന്ന് വിചാരിക്കും. തെറ്റല്ലേ? ഇത് ഏതാണ്? ഈ രണ്ട് ലൈനാണ് എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. അതുകൊണ്ട് ഈ രണ്ട് ലൈനാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഏത് രണ്ട് ലൈനാണ്? ഈ രണ്ട് ലൈനാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഇത് ഇടയ്ക്ക് വന്നിരിക്കുന്ന, എന്നാൽ നിങ്ങളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അന്നേരം അത് മനസ്സിലായല്ലോ. അന്നേരം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ, ഇതിൻ്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും? 25 + x ആണ്. കണ്ടോ, ഇത്രയും ആംഗിൾ വരും. ഇത്രയും ആംഗിളാണ് ഈ ആംഗിൾ. കണ്ടോ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് y എന്ന് പറയുന്നത് 25 + x ആണ്. അതേസമയം വേണ്ട 40യും ഇസഡും എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ് അല്ലേ. എന്താ കാര്യം? വേണ്ട ഇങ്ങനെ ഒരു ലൈന്, ഇങ്ങനെ ഒരു ലൈൻ. അന്നേരം ഇസഡ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടി? ഇസഡ് ഈക്വൽ 40 കിട്ടി. എന്താ കാര്യം? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അങ്ങനെ എഴുതണം, റീസൺ എഴുതണം. ആംഗിൾസ് ആർ ഈക്വൽ. നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് ഇത് ചെയ്യാനുണ്ട്. എക്സ് ഈക്വൽ 40 എങ്ങനെ കിട്ടിയത്? ഇസഡും 40യും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ്. എന്നിട്ട് ഇസഡ് 40 ആണ് അല്ലേ. ഇനി നമ്മൾ നോക്കിയേ, ഇവിടെ ഒരു ലീനിയർ പെയറാണ്. ഏതാ? ഇത് രണ്ടും ലീനിയർ പെയറാണ്. ആണോ? ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വന്നില്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 180 കിട്ടും. അതായത് ആംഗിൾ വൈ പ്ലസ് ആംഗിൾ ഇസഡ് ഈക്വൽ ടു എന്ത് കിട്ടും? 180 കിട്ടും. എന്താ കാര്യം? ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് ലീനിയർ പെയറാണ്. ലീനിയർ പെയർ എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? സപ്ലിമെൻ്ററി ആണ് അല്ലേ. ഇസഡ് എത്രയാണെന്ന് കിട്ടി? 40 കിട്ടി. അന്നേരം ആംഗിൾ വൈ എത്ര ആയിരിക്കും? 180 - 40 = 140. അന്നേരം ഇത് എത്ര ഡിഗ്രി ആയി? 140 ഡിഗ്രി. ഇതെത്രയായി? 40 ആയി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 180 കിട്ടണം. എന്നാൽ നമുക്ക് ഏതൊക്കെ കിട്ടി? ഇസഡും കിട്ടി, വൈയും കിട്ടി. വൈ കിട്ടിയതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ലീനിയർ പെയർ താഴോട്ട് വന്നു. ഇപ്പുറത്തോട്ട് നമുക്ക് എടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ ലൈൻ വന്നുകൊണ്ട്. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് രണ്ടുമാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. അന്നേരം ഇത് 140 ആണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 140 കിട്ടണം. അന്നേരം നമുക്കറിയാം എക്സ് + 25 എത്ര ഡിഗ്രി വരണം? 140 ഡിഗ്രി വരണം. അന്നേരം എക്സ് ഈക്വൽ ടു 140 ആദ്യം എഴുതണം. നമ്മൾ ഓൾജിബ്രയെ പഠിച്ചില്ലേ? +25 ഇപ്പുറത്ത് വരുമ്പോൾ -25 ഈക്വൽ ടു 150 ഡിഗ്രി. അന്നേരം എക്സിൻ്റെ വില 150 കിട്ടി. അന്നേരം ഇതെന്താണ്? പിന്നെ ഇതും നമ്മളെന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അന്നേരം ഇതെങ്ങനെ ഒന്നുകൂടെ ടീച്ചർ പറഞ്ഞുതരാം. ഇത് 25 + x. അന്നേരം നിങ്ങളത് ശ്രദ്ധിച്ചോണം. ഇതുമാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. എന്നാൽ 25 + x-ഉം ഈ 140യുമാണ് ഈക്വൽ. അന്നേരം 25 + x + 140. x = 140 - 25 = 150 ഡിഗ്രി. ഇനി നമുക്കറിയാം ഈ രണ്ട് ആംഗിൾ എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ്. അന്നേരം ഇസഡ് ഈക്വൽ ടു എന്ത് കിട്ടി? 40 കിട്ടി. ഇനി ഈ രണ്ട് ആംഗിൾ എന്താണ്? ലീനിയർ പെയറാണ്. ലീനിയർ പെയർ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നിങ്ങളൊരു സ്ട്രെയിറ്റ് ലൈൻ നോക്കിയാൽ മതി. ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 180 നമുക്ക് കിട്ടും. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അന്നേരം ഈ രണ്ടെണ്ണം പറയുന്നു. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് വൈ ഇസഡ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്.
ഇനി fill in the blanks. If two angles are complementary, രണ്ട് angles complementary ആണെങ്കിൽ sum of their measures is sum of the measure complementary ആണെങ്കിൽ sum of the measure is 90 degree. If two angles are supplementary, then the sum of their measure is supplementary ആണെങ്കിൽ 180 degree. Two angles forming, രണ്ട് angles form ചെയ്യുമ്പോൾ linear pair are എന്താണ് ലീനിയർ പെയർ സപ്ലിമെൻ്ററി അല്ലേ? രണ്ട് ആംഗിൾ ഫോം ചെയ്യുന്ന ലീനിയർ പെയർ എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും, 180 ആയിരിക്കും. ഇഫ് ടു ലൈൻസ് ഇൻ്റർസെക്റ്റ് അറ്റ് എ പോയിൻറ്റ്, രണ്ട് ലൈൻസ് ഒരു പോയിൻ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ദെൻ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ, നമുക്ക് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾവേസ് ഈക്വൽ. നമുക്ക് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എന്താണെന്ന് പറയാം? ഈക്വൽ എന്ന് നമുക്ക് പറയാം. അന്നേരം if two angles are complementary, then sum of the measures are 90 degree. If two angles are supplementary, then the sum of their measure is 180. Two angles forming a linear pair are supplementary. Two lines intersect at a point, then vertically opposite angles always equal. അതായത് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇതുകൊണ്ട് തന്നെ all the children are advised to watch this video once again and write the answers to all the questions in your notebooks. Bye.